രണ്ടവന്മാർക്കും വണ്ടി ഓടിക്കണം. ഞാൻ അടുത്തോട്ട് പോകും. ഞാനാ ഓടിക്കില്ല. ഞാനാ ഫസ്റ്റില് കയറി. ഞാനാ ഫസ്റ്റില് വണ്ടി എടുത്തത്. ഇടയ്ക്കൂടെ കയറിയത്. തുപ്പും ഞാൻ. എന്റെ സ്കൂട്ടി കൊണ്ട് നീ വയലിൽ കൊണ്ടിട്ട് അരപ്പിച്ചില്ലേ? നിന്റെ ഡ്രൈവറിന് എന്തൊരു വണ്ടിയായിരുന്നു? എന്തര് ഓഫ് റോഡ് വണ്ടിയല്ലേ? വയലിൽ പോ. ഇതും കൊണ്ട് വയലിൽ ഇറങ്ങാല്ലേ? അല്ല ഇത് വയലിൽ ഓടുമായിരിക്കും അല്ലേ? വരണ്ട, ഞാൻ ഓടിക്കും വയലിൽ. അവിടെ പാരച്ചൂട്ട് വരുന്നുണ്ട്. ആ നമ്മളിവിടെ പാരച്ചൂട്ടൊക്കെ വരുന്ന കേട്ടോ ഇവിടെ. പാരച്ചൂട്ടല്ല, മറ്റേ ബലൂണ്. അതായത് ഇങ്ങനെ വലിയ ബലൂൺ ഇങ്ങനെ ആൾക്കാർ പൊങ്ങി പോണില്ലേ, ആ സാധനം നമ്മുടെ അവിടെ വരുന്ന കേട്ടോ. അതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കുക. നമുക്ക് അതെ നമ്മള് കേറി നിന്നിട്ട് ആൾ ഇങ്ങനെ തീ എത്തിച്ചിട്ട് മണ്ടേ പോവും. എന്നിട്ട് ഇടയ്ക്ക് കുറെ പേര് മരിച്ചായിരുന്നല്ലേ അതിൽ നിന്ന് വീണ്, അറിഞ്ഞായിരുന്നാ? അങ്ങനത്തെ ഒരു സംഭവത്തിൽ നിന്ന് മരിച്ചായിരുന്നു ഒത്തിരി പേര്. അപ്പൊ അത് നമ്മളിവിടെ പണിയോ കേട്ടോ. അപ്പൊ ഗൈസ് അങ്ങോട്ടേക്ക് പോകാം സുഹൃത്തുക്കളെ, ലെറ്റ്സ് ഗോ. നമ്മളെന്തേരം കൊണ്ടാക്കി? അതാണ് നമ്മൾ. എല്ലാവർക്കും എന്റെ ഈ ബൈക്ക് അങ്ങ് മതി. എന്റെ ബൈക്കിന് ഇപ്പൊ പ്രത്യേക ഒരു ഫാൻ ബേസ് ആട്ടോ. ഞാൻ ആർക്കും അങ്ങനെ ഓടിക്കാൻ കൊടുക്കില്ല. എന്റെ പുറകെ എനിക്ക് പേടിയാണ്. ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. മര്യാദക്ക് എന്റെ വണ്ടി ഞാൻ ആ വണ്ടിക്കകത്ത് ഫസ്റ്റില് കയറി. ഇയാള് സത്യം പറഞ്ഞ ഒരു മര്യാദ ഇല്ലാത്ത പോലെ. ഇത് മറിഞ്ഞു. ഹായ് ഹായ്. ഇല്ല. നീ. അയ്യേ അയ്യേ. അളിയാ ഓഫ് റോഡിങ് ആണേ. തള്ളിയിട. ഞാൻ മാറിക്കട്ടെ. പണിയെ കഴിഞ്ഞാ? ആന്തര കത്തിക്കുന്ന റബ്ബറിന് കൂടുതൽ കുറ്റിയില്ലേ, അതിലാണ് നീ കൂടി കത്തിക്ക്. ഇവിടെ വീട് വെക്കാനാ? വീട് വെക്കാനാ. ഓക്കെ. റിസോർട്ടൊക്കെ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഇവിടെ. പക്ഷെ റിസോർട്ടിന് സ്ഥലം ഉണ്ടോ? കുറച്ചല്ലേ ഉള്ളൂ സ്ഥലം. പക്ഷേ വസ്തു കൊള്ളാം കേട്ടോ. ഇവിടെ ഫുൾ ഇങ്ങനെ റോഡാ. സ്റ്റണ്ട് കാണിക്കുന്ന ബൈക്ക് പയ്യെ. ഇതുവഴി കയറൂ. അവിടെ പോണ ഇപ്പൊ മൊത്തം പൊടിയാ, ഭയങ്കര പൊടി കേട്ടോ ഇപ്പൊ ട്രാക്കില്. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഏവരും വന്ന് അടുക്കളയിൽ അണിനിരന്നിരിക്കുകയാണ്. എന്തിനാണ് ഇരിക്കുന്നത്? എന്തിനാന്നറിയാം, ഒരു ചിക്കൻ എടുത്ത് വെച്ചേക്കുന്നത് നീ അങ്ങോട്ട് കിടന്ന് ഓടുന്നു. അതെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നു ഇഫ ചിക്കൻ. കേട്ടിട്ടുണ്ടോ ഇഫ ചിക്കൻ? ഇഫ എവിടുന്ന പേര് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ. ഇഫ ഫുൾ ചിക്കൻ ആണ്. മൊത്തത്തിൽ വെക്കല്ല, രണ്ടായിട്ട് ഇങ്ങനെ പുളക്കും. എന്നിട്ട് അത് കണ്ടോ, സൂപ്പറാ. അപ്പോ എക്സൈറ്റഡ് ആണ്. പിന്നെ നീ ഫുള്ളായിട്ടൊക്കെ വലിച്ചീറി രണ്ടാക്കി ചുടുവെന്ന് ചോദിക്കുമ്പോൾ വെറൈറ്റി ഐറ്റം ആണ് ഇത്. നിങ്ങൾ എന്തായാലും ഇത് കഴിച്ചിട്ടില്ല. ഞാനും ഇത് പുറത്തുനിന്ന് കഴിച്ചിട്ടുമില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ സമയം ഏതാണ്ട് 7 മണി ആയിട്ടുണ്ട്. അച്ഛനും ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡിഷ് ഉള്ളതുകൊണ്ട് അച്ഛൻ ഇന്ന് ചോറൊന്നും കഴിച്ചില്ല. ഇപ്പം അത് കഴിച്ചിട്ട് ഇല്ലേ പറ. അച്ഛൻ മാത്രല്ല, ഞങ്ങളും ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല. പിന്നെ എല്ലാരും വെയിറ്റിംഗ്. സത്യത്തിൽ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റാ. ഇന്നലെ ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അളിയ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അച്ഛൻ കഴിച്ചായിരുന്നു? രാവിലെ കഴിച്ചായിരുന്നു. രാവിലെ തന്നെ ആയപ്പോഴത്തേനും വലിയ ഇത് കൊള്ളായിരുന്നു. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ 1 മണി കഴിഞ്ഞു രാത്രി. ഞാൻ ഒത്തിരി സംസാരിക്കുന്ന കുഴപ്പമില്ലല്ലോ.
ഹെൽപ്പ് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. എനിക്ക് കാഴ്ചയ്ക്ക് ആള് വേണം, എന്നാലേ എനിക്കത് ചെയ്യാൻ ഒരു രസമുള്ളൂ. അവിടെ ഇരുന്നോ. ഇനി തെങ്ങിന്റെ പനയോ അല്ല മടല് വെട്ടിയിട്ട് ഒരു ഐറ്റം ഉണ്ട്. അത് കഴിക്കുമ്പോ അങ്ങനെ ആവും. ആദ്യം നമുക്കേ 2 മുട്ട എടുത്ത് പുഴുങ്ങയിടാം. ഞാൻ 10 മുട്ട മേടിച്ചോണ്ട് വന്ന കേട്ടോ, എല്ലാം പൊട്ടിപ്പോയി തറ വീണ് ബൈക്ക് വന്നപ്പോ. അറിഞ്ഞായിരുന്ന അവിടെ എല്ലാരും നിൽക്കൊണ്ടായിരുന്നു. അവിടെ കൊച്ചു വന്ന് 10 മുട്ട മേടിച്ച് ബൈക്കിനകത്ത് വെച്ച് ബൈക്ക് കയറാൻ തുടങ്ങിയപ്പോ ഒരു സൈഡിൽ കൂടെ 10 മുട്ട അല്ല 10 പൊട്ടിയില്ല, അത് അവര് കൈ നിട്ടു. ഇതാണ് നട്ടൊരു കുഴപ്പം. ആകെ 10 മുട്ട ഞാൻ മേടിച്ചില്ല, അത് 10 പൊട്ടിയില്ല, അവരാരും കണ്ടതുമില്ല. ആകെ പൊട്ടിയത് നോക്ക് 3, 2, 5 മുട്ട ബാക്കിയുണ്ട്. 5 മുട്ട കിട്ടിയുള്ളൂ. ഫസ്റ്റ് മുട്ട അങ്ങ് കുഴിക്കണം. അതെ, സ്കിൻഡ് ചിക്കൻ ആട്ടോ. ഇതിന്റെ സ്കിന്ന് വേണേ കളഞ്ഞിട്ട് വെക്കണം, നിങ്ങളുടെ ഇഷ്ടം. സ്കിൻ ഇഷ്ടമല്ലേ? സ്കിൻ ഇഷ്ടമാണ്. ഈ സംഭവം ഒന്ന് അടിച്ച് ചതച്ചെടുക്കണം കേട്ടോ. എല്ലാം കൊടിഞ്ഞ കേട്ടാ, എല്ലാം കൊടിഞ്ഞതിന്റെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ചിക്കൻ വേണ്ട ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. അടിച്ച് തൊഴിച്ച് വലിച്ച് കീറി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ചിക്കൻ. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല സെറ്റാക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലിയും വേണം, മറ്റേ സാധാ മുളക് പൊടിയും വേണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തല്ലേ പിടിച്ച ഇത്ര പൊടിയൊക്കെ ഒരു കണക്കാണ് കേട്ടോ. കുറച്ച് കുരുമുളക്, മസാലപ്പൊടിയേ ഇത്ര, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റേ അത്രയും പോരാ, ഉപ്പ്, കുറച്ച് വിനാഗിരി, മിക്സ് ചെയ്യാം. മുട്ട പൊടികൾ പിന്നെ മസാജ് കരോ. ഇനി ബാക്കി ഭാഗങ്ങൾ ഭയങ്കര പ്രധാനം കേട്ടോ. എല്ലാരും നോക്കിയിരുന്നു. ഇനി ആ ഒരു സമയത്ത് ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടാ. അതുകൊണ്ട് ഇത് കണ്ടു പഠിച്ചോ, പിടിക്കൂ. തിന്നാനാണ്. ഇനി വെള്ളം മാത്രം എടുത്തിട്ട് മഞ്ഞ എടുത്ത് കളഞ്ഞോ. വെള്ളം മാത്രം മതി കേട്ടോ അതിൻ്റെ. ഇനി ഒരു 3 വെളുത്തുള്ളി, കുറച്ച് ചീസ് കേട്ടോ, കുറച്ച് പാല് കേട്ടോ, പാല്, പശുവിൻ്റെ പാല്, ഫ്രഷ് ക്രീം, ഒലിവ് ഓയിൽ, കുറച്ച് ഉപ്പ്, പഞ്ചാര, കുറച്ച് പഞ്ചാര. ഒരു 2 അടി മാറിയെന്നോ. അത്ര തെറിക്കൂല, തെറിക്കൂല, കുറച്ചേ ഉള്ളൂ. നമ്മൾ മൈനസ് അടിച്ച് വെച്ച കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ. അച്ഛൻ ഇനി കഴിക്കാൻ ആഗ്രഹമുള്ളൊരു ഫുഡ് എന്തോ? ഏത് മീറ്റാ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒട്ടകത്തിന് തിന്നണമെന്നുണ്ട്. ആണോ? അത് ഗൾഫിൽ പോയി ഒട്ടകത്തിന്റെ ഇറച്ചിക്ക് വേറൊരു ടേസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടോട്ടെ. ഇത് ഇവിടെ അതിന് ഒട്ടകം ഇല്ലല്ലോ, ഇവിടെ മരുഭൂമി. പിന്നെ ഒട്ടകത്തിൽ പിന്നെ നമ്മൾ അവിടെ കണ്ടു ആനത്താവളത്തിൽ പിന്നെ ഒട്ടകം പിന്നെ ഇവിടുന്ന് വന്ന് അത് പിന്നെ കൊണ്ടിറക്കിയതാ പ്ലെയിനില്ല. പിന്നെ ഒട്ടകം പിന്നെ അവിടെ നടന്നു വന്നാ. അയ്യോ, അവിടുന്നാണോ കൊണ്ടുവരുന്നത്? പിന്നെ ഇവിടെ എവിടെ ഇരിക്കുന്ന ഒട്ടകം? അല്ല ഒട്ട ഇല്ലേ ഒട്ടകം അതാ അവിടെ ഉണ്ട്. അവിടുന്ന് കൊണ്ടുവന്ന് വളർത്തുന്നതാണ് ഇവിടെ ആൾക്കാർക്ക് കാണാനും അതിന്റെ പണ്ടേ കയറാനൊക്കെ. ഒട്ടകത്തിന് മതമൊക്കെ കളവും. ഒട്ടക മതം. നമുക്ക് പൊരിക്കാം. എണ്ണ തിളച്ചേട്ടാ. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. 2 എണ്ണം കൂടെ ഒരുമിച്ച് പൊരിച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് പൊരിക്കാം. കൈ അനുഗ്രഹിച്ചു എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഇറക്കാമേ. അപ്പോ കൈ സ്പ്രെഡ് ചെയ്യങ്ങോട്ടിറങ്ങി. അത് കറക്റ്റ് സീറ്റിംഗ് ആണ്. ഇത്രയും വെളിച്ചെണ്ണ വേണമായിരുന്നു വെച്ചാ. ഇത് കൂടെ അടച്ചു വെക്കാൻ കേട്ടോ. ഇത് കുറച്ച് നമുക്ക് അടച്ചു വെക്കാം. അല്ല, കുറച്ചേരം ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട്
പിന്നീട് അടച്ചു വെക്കാം. ഇല്ലേ ചാ? ഇച്ചിരി ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഞാൻ എന്തിന് നിങ്ങൾ പറയുന്ന വാക്ക് കേൾക്കണം? ഞാൻ നീയല്ലേ നമ്മളോടത്തെ പറയുന്നത്? ഞങ്ങളിത് കണ്ടിട്ട് കൂടിയില്ല. വെറുതെ അല്ല, മുണ്ട് പൊക്കി വെച്ചേക്കാ അതല്ലേ. ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. ഇനി ഇതിന്റെ മണ്ട കഴിച്ച് ഒന്ന് കുക്ക് ചെയ്താൽ അത് ഒഴിക്കുന്നോ? അത് ലാസ്റ്റ്. At last we are doing putting that mayonnaise inside that chatti and അടപ്പ്. മൈനസ് ഇൻസൾട്ടാ. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓരോന്നായിട്ടാണ് കുക്ക് ചെയ്തത്. ഇത് രണ്ടും കൂടെ സ്ഥലമില്ല, അതുകൊണ്ട് പിന്നെ ഇപ്പൊ രണ്ടും കൂടെ വെച്ച് സെറ്റ് ചെയ്ത്. ലുക്ക് അറ്റ് ദിസ്. നല്ല സൂപ്പർ മണവും വരുന്നുണ്ട് കേട്ടോ. ഇല്ലേ മമ്മേ? ഇനി ഇതിന്റെ മണ്ടയിൽ നമുക്ക് ആ ക്രീം അങ്ങോട്ട് കഴിച്ചാൽ കഴിഞ്ഞു വരും. അത്രേ ഉള്ളൂ. കുറച്ചു നേരം കൂടെ ഒന്ന് ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ഇഫ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതേ നോക്കൂ, ഇത് കുറച്ചു നേരം ഇരുന്ന് കുക്കായിട്ട് അതാണ് ഇങ്ങനെ വിണ്ട് വന്നത്. ഇവിടെയൊക്കെ വെന്ത് വന്നു. നല്ല കുറച്ചു നേരം ഇരുന്ന് കുക്ക് ചെയ്ത് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ഇത് റൊമാലോ റൊട്ടി മേടിച്ചു. ഇതും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. പെറോട്ട കിട്ടിയില്ല കേട്ടോ. പെറോട്ട ഉണ്ടെങ്കിൽ പെറോട്ടയാണ് സൂപ്പറാണ്. റൊമാലോ റൊട്ടി നൈസ് ആയിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഇനി കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു കേട്ടോ, രസമുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. അടിപൊളി. കൊള്ളാവോ? വേണ്ടേ? കൊള്ളാവോ? സൂപ്പർ. കൊള്ളാവോ? അടിപൊളി കേട്ടോ. റൊമാലി റൊട്ടി. ഇനി ഞാനും കൂടെ അങ്ങോട്ട്. ക്രീം അടിപൊളി കേട്ടോ. നല്ലോണം കുക്കായി കേട്ടോ. അടിപൊളി. കൊള്ളാം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇരുന്നിരുന്ന് ഓരോന്നൊക്കെ ഉണ്ടാകും. സൂപ്പർ. കിട്ടിയ സാധനം കേട്ടോ. ഫുള്ള് കഴിച്ച് തീർത്തിട്ടാ. അച്ഛൻ ചിക്കൻ തിന്നങ്ങ് ഉറങ്ങിപ്പോയാ. ഒത്തിരി മനസ്സറിഞ്ഞ് കഴിക്കുമ്പോഴാണ് ഇങ്ങനെ ഉറക്കം വരുന്നത് അല്ലേ? ഒത്തിരി നാൾ കൂടിയിട്ട് അച്ഛൻ മനസ്സറിഞ്ഞ് കഴിച്ചേട്ടോ. അപ്പൊ കൂട്ടാ സുഖമല്ലേ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അളിയന് നല്ലൊരു അനുഭവം അല്ലേ? നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ പ്രതീക്ഷിനെക്കാട്ടിയും നല്ല സാധനം കേട്ടോ. ഏകദേശം എന്തായാലും അത്ര ഉള്ളൂ. നേരോടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ഇടണമെന്നൊരു ബൈ.